അപ്പോൾ ഇന്നൊരു വെണ്ടയ്ക്ക പച്ചടി ആയാലോ? അതിനായിട്ട് ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വട്ടത്തിലരിഞ്ഞൊന്ന് വറുത്തെടുക്കുവാണ്. വെള്ളരിക്ക പച്ചടിയുടെയും ബീട്രൂട്ട് പച്ചടിയുടെയും ഒക്കെ റെസിപ്പി നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതെങ്കിലും ചുമ്മാതൊന്ന് കയറി കണ്ടേക്കുന്നേ. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താ വറുക്കുന്നേ കേട്ടോ. ഇതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഉള്ളിയും മുളകും കറിവേപ്പിലേക്ക് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനിയും ഒരുപാടധികം നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.